എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ചിലർ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള നിവാരണം എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രായപരിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. പ്രധാനമായിട്ടും 14 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും താമസ സ്ഥലം ഉൾപ്പെടുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ടും അല്ലാതെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് www.employmentkerala.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന പക്ഷം 90 ദിവസത്തിനകം അസൽ സർട്ടിഫിക്കറ്റുമായി പ്രസ്തുത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അപേക്ഷിച്ച ദിവസം മുതലുള്ള സീനിയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിന്യൂവലുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി അവസരമുണ്ട്. പ്രധാനമായിട്ടും 1/1/1995 മുതൽ 31/12/2014 വരെ കാലയളവിലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യഥായ സമയം രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി അവസരമുണ്ട്. സീനിയോറിറ്റി നഷ്ടപ്പെടാതെ രജിസ്ട്രേഷൻ ഐഡൻറ്റിറ്റി കാർഡിൽ പുതുക്കേണ്ട മാസം 10/94 മുതൽ അല്ലെങ്കിൽ 9/2024 വരെ രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാവുന്നതാണ്. 1/2/2025 മുതൽ 30/4/2025 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വെബ്സൈറ്റ് മുഖേന പുതുക്കാവുന്നതാണ്. സ്പെഷ്യൽ റിന്യൂവൽ നടത്തിയ ശേഷം താങ്കൾക്ക് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ റെക്കോർഡിനൊപ്പം ചേർക്കാവുന്നതാണ്. നിലവിൽ എന്തെങ്കിലും ബിരുദോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി വന്ന മറ്റൊരു സംശയമാണ് എംപ്ലോയ്മെൻറ്റ് കാർഡ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി ഡ്യൂപ്ലിക്കേറ്റ് കാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ യഥാക്രമം പുതുക്കിയിട്ടില്ലെങ്കിൽ നിലവിൽ അത് തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുതുക്കുന്നതിന് വേണ്ടി അവസരമുണ്ട്. അപ്രകാരം പുതുക്കിയ ശേഷം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കാർഡിന് അപേക്ഷ നൽകി നമ്മളെ എംപ്ലോയ്മെൻറ്റ് കാർഡ് നമുക്ക് തിരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിലവിൽ ആരെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ റിന്യൂവൽ കാലാവധിക്ക് മുമ്പ് പുതുക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 30-ാം തീയതിക്കുള്ളിൽ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായിട്ടുള്ള പുതിയ വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.